ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 6 ശ്ലോകം 6. മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വചനമീശ ശകുന്തപംക്തി സിദ്ധാതയ സ്വരഗണാമുഖരന്ധ്രമഗ്നിർദേവാഭുജ സ്തനയുഗം തവ ധർമ്മദേവ. സാരാംശം: കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ തുടർച്ചയെന്നോണമാണ് ഈ ശ്ലോകവും മേൽപ്പത്തൂർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 3-ാം ശ്ലോകത്തിൻ്റെ അവസാനം ഒരു സമസ്തപദം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെ വിശദീകരണമാണ് ഈ ശ്ലോകത്തിലും. ഇവിടെ ഹേ ഈശ എന്നാണ് ഭട്ടതിരിപ്പാട് ഭഗവാനെ സംബോധന ചെയ്യുന്നത്. വളരെയധികം അർത്ഥവത്താക്കുന്ന സംബോധനയാണിത്. ഭഗവാൻ ഇത് തീർച്ചയായും അർഹിക്കുന്നു. തൻ്റെ ഒരു കടാക്ഷമാത്രത്താൽ ഈ പ്രപഞ്ചത്തെ ആകമാനം സൃഷ്ടിസ്ഥിതി സംഹാരം എന്നിവ മാത്രമല്ല, അതിൻ്റെയൊക്കെ നിയന്താവ് കൂടിയാണ്. കാലചക്രത്തെ നിയന്ത്രിക്കുന്നത് പോലും സ്വയം ഭഗവാൻ തന്നെയാണ്. രുദ്രാദികൾ പോലും ഭഗവാന്റെ ആജ്ഞാനുവർത്തികളാണ്. അങ്ങനെയെല്ലാമുള്ള സർവ്വനിയന്താവേ, അങ്ങയുടെ സർവരെയും മയക്കുന്ന ലീലാസ്മിതം അഥവാ പാൽപുഞ്ചിരി സാക്ഷാൽ മായ തന്നെയാണ്. സദാസമയവും അതുപോലെ പുഞ്ചിരിക്കാൻ അങ്ങയ്ക്ക് മാത്രമേ പറ്റൂ. ആ മനം മയക്കുന്ന പുഞ്ചിരിയിൽ എല്ലാവരും വീഴുമെന്നതിൽ സംശയമില്ല. ആ പുഞ്ചിരി തന്നെയാണ് ആർത്തരുടെ ആശ്രയവും. ഈ കാറ്റ് എന്ന് പറയുന്നത് അല്ലയോ ഭഗവാനെ, അവിടുത്തെ ശ്വാസോച്ഛ്വാസം തന്നെയാണ്. പ്രപഞ്ചത്തിൻ്റെ പ്രാണവായുവും അതുതന്നെയല്ലേ. അവിടുത്തെ ജിഹ്വ അല്ലെങ്കിൽ നാവ് ജലമാണ്. എന്നാൽ അവിടുത്തെ വാക്കുകൾ പക്ഷിസമൂഹങ്ങളാണ്. ഹേ ഭഗവാനെ, അങ്ങയുടെ ഷഡ്ജാതി സ്വരങ്ങൾ അഥവാ സ്വരഗണങ്ങൾ സിദ്ധന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. വായ അഗ്നിയും കൈകൾ ദേവന്മാരുമാകുന്നു. എന്നാൽ അവിടുത്തെ സ്തനദ്വയം ധർമ്മദേവനാണ്. ഇതും തികച്ചും യുക്തം തന്നെയാണ്. വാത്സല്യപൂർവ്വം സ്തന്യം ചുരത്തി എല്ലാവരെയും ധർമ്മമാർഗേണ രക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണല്ലോ. ആ ധർമ്മപരിരക്ഷ തന്നെയല്ലേ ഭാരതത്തിൻ്റെ നിലനിൽപ്പും. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.